കമാൽ പാഷ സാർ പറഞ്ഞതിന്റെ അന്തസത്ത ഗ്രീഷ്മ ഇരയും ഷാരൻ വേട്ടക്കാരനുമാണെന്നാണ്. മരിച്ചാലെങ്കിലും ഒരു മാന്യത നമ്മൾ കാണിക്കണ്ടേ? ഇതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണ്ടത്. ഷാരൻ ഗ്രീഷ്മയെ കൊന്നു. ഷാരനെ ന്യായീകരിക്കുകയോ ഷാരന് വേണ്ടി ഇങ്ങനൊരു ഡിഫൻസ് ഞങ്ങൾ ടി വിയിൽ പറഞ്ഞാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. അതായത് പ്രതിഷേധമൊന്നുമല്ല, ഞങ്ങളെ ഒരു കാര്യം കൂടെ, MLA ഒരു ഇരയാണ്. ഇരയ്ക്ക് ഇരയുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവും. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷ കമ്മീഷൻ വരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുരുഷ കമ്മീഷൻ വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA എൽദോസുമായി ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ സംസാരിച്ചിരുന്നു. എന്തായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വർ തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഈ പുരുഷ കമ്മീഷൻ വരേണ്ടതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ജി? അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, കൂടുതലൊന്നും പോണ്ട, ഇന്നലെ കമാൽ പാഷ സാർ പറഞ്ഞത് കേട്ടാൽ മതി. അതായത് മരിച്ച ഒരാളെ കുറ്റം പറയാത്തത് നമ്മുടെ നാട്ടിലെ മാന്യതയാണ്. കോടതി വിധിയിൽ മരിച്ച ഷാരോൺ തെറ്റ് ചെയ്തിട്ടില്ലെന്നും മരണക്കിടക്കയിലും ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നുവെന്നും വാവ എന്നാണ് വിളിച്ചിരുന്നതെന്നും ഒക്കെ പറയുന്ന കോടതി വിധി നിലനിൽക്കെ കമാൽ പാഷ സാറിനെ പോലെ ഹൈക്കോടതി ജഡ്ജിയായ ഒരു വ്യക്തി പറയുന്നത് ഇവൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, ഗത്യന്തരമില്ലാതെ കൊന്നു എന്നാണ്. മരിച്ച പുരുഷനെയെങ്കിലും വേട്ടക്കാരനെ കാണാതിരുന്നൂടെ? അതായത് കമാൽ പാഷ സാർ പറഞ്ഞതിൻ്റെ അന്തസത്ത ഗ്രീഷ്മ ഇരയും ഷാരൻ വേട്ടക്കാരനുമാണെന്നാണ്. മരിച്ചാലെങ്കിലും ഒരു മാന്യത നമ്മൾ കാണിക്കണ്ടേ? ഇതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണ്ടത്. നേരെ തിരിച്ച് ഒരു കാര്യം കൂടെ, മറുനാടിനോട് ഒറ്റ ചോദ്യം മാത്രം ചോദിക്കാം. ഞാനോ അജിത് കുമാർജിയോ ഇദ്ദേഹമോ ഒക്കെ, അതായത് AKMയുടെ ഏതെങ്കിലും ഒരാൾ നാളെ ഷാരൻ ഗ്രീഷ്മയെ ഇങ്ങനെ കൊന്നു എന്നിരിക്കട്ടെ. ഷാരൻ ഗ്രീഷ്മയെ കൊന്നു. ഷാരനെ ന്യായീകരിക്കുകയോ ഷാരന് വേണ്ടി ഇങ്ങനൊരു ഡിഫൻസ് ഞങ്ങൾ ടി വിയിൽ പറഞ്ഞാൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. അതായത് പ്രതിഷേധമൊന്നുമല്ല, ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. ഇവിടെ പക്ഷേ നമ്മളെ പ്രതിഷേധിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഇത് തന്നെയല്ലേ പുരുഷ കമ്മീഷൻ വേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത? അപ്പോൾ ആണുങ്ങൾക്കും ഇത് ഓൾറെഡി അസംബ്ലിയിൽ നമ്മൾ കൊടുത്തു. MLA എൽദോസ് അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. സ്വകാര്യ ബില്ലായിട്ട് വരികയാണ്. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ മോഡലിൽ നമുക്ക് ഒരു പുരുഷ കമ്മീഷൻ വേണം. ഈ ജനുവരി 30 മുതൽ AKMA കേരളത്തിലും ദേശീയ തലത്തിൽ പല കമ്മീഷനും, സേഫ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ റൈറ്റ്സ്, മെൻസ് റൈറ്റ് കമ്മീഷൻ, എല്ലാവരുടെയും ഭാഗമായി നമ്മൾ കേരളത്തിലും ദേശീയ തലത്തിലും പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ആവശ്യവും നിവേദനവും പ്രക്ഷോഭവും ഒക്കെ ജനുവരി 30 തുടങ്ങാൻ പ്ലാനും. MLAയുടെ പ്രതികരണം എന്തായിരുന്നു? MLA വളരെ പോസിറ്റീവാണ്. MLA നടത്താൻ, അതായത് യൂഷ്വലി രാഷ്ട്രീയക്കാരെ മോശം പറയല്ല, പരിഗണിക്കാമെന്നൊന്നുമല്ല, ശക്തമായ അദ്ദേഹം നടത്താമെന്നും. അദ്ദേഹം ഇന്നലെ എന്നെയും കൂടെ കൊണ്ട് നിയമസഭയിലെ മുറിയിൽ പോയി ഓൾറെഡി യുവജന കമ്മീഷൻ്റെ ഡ്രാഫ്റ്റ് എടുത്തു. കേരളത്തിലെ യുവജന കമ്മീഷൻ്റെ മാതൃകയിൽ ഒരു മെൻസ് കമ്മീഷൻ അദ്ദേഹം സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി. അതിൻ്റെ അടക്കം വീഡിയോ അദ്ദേഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് അതെ, ഇനി MLA ഇനി ഒരു കാര്യം കൂടെ, MLA ഒരു ഇരയാണ്. ഇരയ്ക്ക് ഇരയുടെ വേദന പറഞ്ഞാൽ മനസ്സിലാവും. ഇത് TV കാണുന്ന പല ആൾക്കാരും ഈ പുരുഷന്മാർ തമാശക്കാരെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ കൂടി നിൽക്കുന്നവരാരുമേ ഒരു ആശയം കണ്ട് വന്നതല്ല, അവരുടെ ജീവിതത്തിലെ വേദനയും വിഷമവും കണ്ടാണ്. ഇദ്ദേഹം ഒരുപാട് കാലം ഒരു തെറ്റ് ചെയ്യാൻ ജയിലിലിട്ടു. ആ മനസ്സിലെ ദേഷ്യം കാണും. അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ അച്ഛനോ സഹോദരനോ സുഹൃത്തോ ഭർത്താവോ ആരെങ്കിലും, അല്ലെങ്കിൽ മകനോ നമ്മൾ ജയിലിലായ നമുക്കുള്ളിൽ പൊള്ളലുണ്ടാകും. ആ പൊള്ളലാണ് ചില സമയത്തെങ്കിലും നിലവിളികളായി മാറുന്നത്. ആ നിലവിളികളെ കളിയാക്കരുത്, അതിനെ ബഹുമാനത്തോടെ നോക്കണം. അംഗീകരിക്കൊന്നും വേണ്ട, ആ നിലവിളികളെ അധിക്ഷേപിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ് അഭ്യർത്ഥന. നേരത്തെ ഇതാണ് നിയമസഭയിൽ സമർപ്പിച്ച കാര്യം. നമ്മൾ നിയമസഭയിൽ എൽദോസ് MLAക്ക് കൊടുത്ത കാര്യം ഇതാണ്. നിയമസഭയിൽ എൽദോസ് MLAക്ക് കൊടുത്ത കാര്യം ഇതാണ്. യഥാർത്ഥത്തിൽ പ്രധാനമായിട്ട് ഒരു മെൻസ് കമ്മീഷൻ്റെ ഡിമാൻഡാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അത് എൽദോസ് MLAയോട് സംസാരിച്ചിരുന്നു. ചാണ്ടി ഉമ്മനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് ചാണ്ടി ഉമ്മനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളിലെയും ആൾക്കാരോട് നമ്മൾ കൊണ്ടുചെന്ന് ഈ റിക്വസ്റ്റുമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടത് ഒരു മെൻസ് കമ്മീഷൻ, യുവജന കമ്മീഷൻ മാതൃകയിൽ, വനിതാ കമ്മീഷൻ മാതൃകയിൽ ഇതാണ്. ഇനി രണ്ട് മീഡിയക്കാരുടെ ഒരു വാക്കും കൂടെ പറഞ്ഞാണ് സാധിപ്പിക്കുന്നത്. പലപ്പോഴും മീഡിയക്കാർ ഈ പുരുഷ കമ്മീഷനും പുരുഷാവകാശത്തിന് വേണ്ടി പോരാടുന്നവർ ചെയ്യുമ്പോൾ കുറച്ച് തമാശയായിട്ടൊക്കെ കാണാറുണ്ട്. ഓർക്കുക, അങ്ങനെ നിങ്ങൾക്ക് തമാശയാണെന്ന് തോന്നിയാൽ ക്ഷമിക്കുക. അതോടൊപ്പം 50 ദിവസവും 100 ദിവസവും 150 ദിവസവും ഒക്കെ ജയിലിൽ കിടന്ന പലരും, ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന പലരുമാണ് ഇവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓവറായി പോകും. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങളോട് ക്ഷമ കൂടെ ചോദിക്കുന്നു. ഉള്ളിലെ വേദന വെളിയിലേക്ക് വരുന്നതാണ്. അതാണ് ചിലപ്പോഴെങ്കിലും പടക്കം പൊട്ടിക്കലായി മാറുന്നത്. ഉള്ളിലെ വേദനയാണ് പാലഭിഷേകമായി മാറുന്നത്. പറയാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ചിലപ്പോഴെങ്കിലും മാലയിടണമെന്നും അല്ലെങ്കിൽ എന്താ പറയണേ ജയ് വിളിക്കണമെന്നും പടക്കം പൊട്ടിക്കണമെന്നും തോന്നുന്നത്. അപ്പോൾ ഈ പുരുഷ കമ്മീഷൻ്റെ ആശയം കൂടി നമ്മൾ ശക്തമായി ഈ ജനുവരി 30 തൊട്ട് നമ്മൾ ക്യാമ്പയിൻ തുടങ്ങുകയാണ്.
മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ മുതൽ ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത സംഘടനകളുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ AKM അടക്കമുള്ള പ്രമുഖമായ സംഘടനകളോട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിനാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനും കൂടി എല്ലാവരുടെയും പിന്തുണയും മറ്റും അഭ്യർത്ഥിക്കുന്നു. സഹോദരന് സുഹൃത്തിന് വേണ്ടിയാണ്. നാളെ നമ്മൾ പരാതിപ്പെട്ടുപോയാൽ നമുക്ക് പോകാനൊരു സ്ഥലം വേണം. ആ സ്ഥലത്തിന് വേണ്ടിയുള്ള പ്രയാണമാണ് എല്ലാവരുടെയും. പ്രത്യേകിച്ച് അഭിനന്ദനം അർഹിക്കുന്നു. ഞങ്ങളെ തടഞ്ഞ പോലീസുകാർക്കും റെസ്പെക്ട് അർഹിക്കുന്നു അല്ലെങ്കിൽ സമർപ്പിക്കുന്നു. കമാൽ പാഷ സാറിന് വേദനയോടെ, കമാൽ പാഷ സാറിനെ ഇഷ്ടത്തോടെ ആദരവോടെ അദ്ദേഹത്തോടും പറയുന്നു, സാർ പക്ഷേ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല, പുരുഷന്മാർക്ക് കാര്യമില്ല, നമ്മൾ ലീഗലി ഓർഫൻസ് ആണ്, നിയമപരമായ ഓർഫൻസ് ആണ്. അതായത് നിയമം ബാക്കി എല്ലാവരെയും സംരക്ഷിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, അഭിസംബോധന ചെയ്യുന്നുണ്ട് പുരുഷന്മാരെ ഉറച്ച്. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന അപേക്ഷയുണ്ട്. താങ്ക് യു. എന്തായാലും ആധുനിക സമൂഹത്തിൽ നമ്മുടെ പുരുഷ സമൂഹവും നിരവധി പ്രയാസങ്ങളും മറ്റ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ്റെ പ്രാധാന്യം ഇക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.